മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട മൂന്നാം സീറ്റ്. ആ മൂന്നാം സീറ്റ് തരില്ല എന്ന് കോൺഗ്രസ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കി കഴിഞ്ഞു. മുസ്ലിം ലീഗ് ചോദിച്ചത് ഒന്ന് വയനാടാണ്. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ സീറ്റ് നൽകണമെന്നാണ് അവരുടെ ആവശ്യം. അതല്ലെങ്കിൽ കണ്ണൂർ ചോദിക്കാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം കെ സുധാകരൻ അവിടെ ഇത്തവണ മത്സരിക്കുന്നില്ല. അദ്ദേഹം KPCC പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ സീറ്റ് ഒഴിയും. അത് ഒഴിഞ്ഞുകിടക്കുകയാണ്. ആ സീറ്റ് മുസ്ലിം ലീഗിന് തരണം എന്നാണ് അവരുടെ ആവശ്യം. അംഗീകരിക്കാവുന്ന ന്യായമായ ആവശ്യം. എപ്പോഴും പറയും മുസ്ലിം ലീഗിന് 3 സീറ്റിന് അർഹതയുണ്ട് എന്ന്. എന്നാൽ കാര്യത്തോടടുക്കുമ്പോൾ സീറ്റ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയും ചെയ്യില്ല. അവസാനം കോൺഗ്രസിൻ്റെ ഈ നിർബന്ധത്തിന് വഴങ്ങി ഒതുങ്ങി കഴിയുക എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ വിധി. അത് തന്നെ ഇപ്പോഴും തുടരും. ഇപ്പോൾ ഒരു ഘട്ടം കടന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗിനോട് പറഞ്ഞു, നിങ്ങൾക്ക് 2 സീറ്റേ ഉള്ളൂ, 1 സീറ്റ് അധികം തരില്ല എന്ന്. അണികളെ സംതൃപ്തിപ്പെടുത്തണമല്ലോ. അതിനുവേണ്ടി മുസ്ലിം ലീഗ് നേതാക്കൾ പുറത്തു വന്ന് പറഞ്ഞു, ഇനിയും ചർച്ചയുണ്ട്, ചർച്ചകൾ കഴിഞ്ഞിട്ടില്ല, കോൺഗ്രസ് ചില കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് മുസ്ലിം ലീഗിൻ്റെ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും. അതിനുശേഷം വീണ്ടും 13-ാം തീയതി കോൺഗ്രസുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 14-ന് തീരുമാനമുണ്ടാകും എന്നാണ്. ഒരു കാര്യം ഉറപ്പിച്ചോ, കണ്ണൂർ സീറ്റ് ഏതായാലും മുസ്ലിം ലീഗിനില്ല. കണ്ണൂർ സീറ്റിൽ ആരാണ് മത്സരിക്കേണ്ടത് എന്ന ചർച്ച കോൺഗ്രസ് ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാനലിൽ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ വേണം. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നതാണ്. സത്യത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ എപ്പോഴും ക്രൈസ്തവർക്കാണ് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകുക എന്നത് ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും ഒരു മുസ്ലിം പ്രാതിനിധ്യവും കൂടി അവർ ഉറപ്പുവരുത്താറുണ്ട്. കഴിഞ്ഞ തവണ അത് ഉറപ്പുവരുത്തിയത് ഷാനിമോൾ ഉസ്മാനിലൂടെയാണ് ആലപ്പുഴയിൽ. അതോടൊപ്പം തന്നെ വയനാട്ടിൽ T സിദ്ദിഖിനെയും അവർ ഗൗരവമായി പരിഗണിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വന്നപ്പോൾ T സിദ്ദിഖ് പുറത്തു പോവുകയാണ് ചെയ്തത്. T സിദ്ദിഖ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്ത്രീ പ്രാതിനിധ്യവും ഉറപ്പുവരുത്തണം. സമുദായ പ്രാതിനിധ്യം മാത്രം പോരാ, സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ കഴിഞ്ഞ തവണ 2 പേരുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ. ഒന്ന് ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിലും രമ്യ ഹരിദാസും. ഇങ്ങനെ 2 പേരുണ്ടായിരുന്നു. ഷാനിമോൾ ഉസ്മാൻ തോറ്റുപോയി, രമ്യ ഹരിദാസ് ജയിച്ചു. ഇത്തവണയും 2 പേർ വേണം. അതിനുവേണ്ടി കണ്ണൂരിൽ കോൺഗ്രസ് പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 1-ാം നമ്പർ പേര് എന്നത് കോൺഗ്രസിൻ്റെ ദേശീയ വക്താവായ ഷമ മുഹമ്മദിൻ്റെതാണ്. കണ്ണൂർ സ്വദേശിയാണ്. ഇപ്പോൾ കണ്ണൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ 2 കാര്യം കോൺഗ്രസിന് നേടാൻ കഴിയും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഒന്ന്, ഷമ മുഹമ്മദ് വന്നാൽ മുസ്ലിം പ്രാതിനിധ്യമായി. അതേപോലെ തന്നെ ഷമ മുഹമ്മദ് വന്നാൽ സ്ത്രീ പ്രാതിനിധ്യമായി. 2 സ്ത്രീകൾ കഴിഞ്ഞ തവണ പട്ടികയിലുണ്ടായിരുന്നു. ഇത്തവണയും 2 സ്ത്രീകൾ പട്ടികയിലുണ്ടാവും. രമ്യ ഹരിദാസ് എന്തായാലും മത്സരിക്കും. ഷമ മുഹമ്മദുമായി അങ്ങനെ 2 സ്ത്രീകളായി. അതേപോലെ തന്നെ മുസ്ലിം പ്രാതിനിധ്യം കഴിഞ്ഞ തവണ ഒരാളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണയും ഒരാളുണ്ട്, അതും ഷമ മുഹമ്മദ്. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഷമ മുഹമ്മദ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതിന് നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ കണ്ണൂരിൽ ഒരു മുസ്ലിം വനിത മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാവരും ഒരു മുസ്ലിം വനിത സ്ഥാനാർത്ഥിയായാൽ വോട്ട് ചെയ്യുമോ? മുസ്ലിം വോട്ടുകൾ കിട്ടാൻ അത് സഹായകരമാകുമോ എന്ന സംശയം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട്. KPCC പ്രസിഡന്റായ K സുധാകരന്റെ സിറ്റിംഗ് സീറ്റാണ്. തോറ്റുപോകരുത്, തോൽക്കാൻ പാടില്ല, ജയിച്ചേ തീരൂ. K സുധാകരന്റെ അഭിമാന പ്രശ്നവും കൂടിയാണ് അത്. അതുകൊണ്ട് ഷമ മുഹമ്മദ് പ്രധാന പരിഗണനയിൽ ഉണ്ട് എങ്കിലും മുസ്ലിം സമുദായത്തിൽ നിന്ന് എതിർപ്പുണ്ടാകുമോ എന്ന ഭയം ഉണ്ട്. എന്നിരുന്നാലും ഷമ മുഹമ്മദിന് തന്നെയാണ് പ്രധാന സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ കണ്ണൂരിൽ ഷമ മുഹമ്മദ് അല്ലാതെ പരിഗണിക്കപ്പെടുന്ന ആളുകളുണ്ട്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത്, KPCC അംഗം അമൃത രാമകൃഷ്ണൻ, മുൻ മേയർ TO മോഹനൻ. മുൻ മേയറെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം അവിടെ സജീവമാണ്. കാരണം മേയർ എന്ന നിലയിൽ ആ കോർപ്പറേഷൻ പരിധിക്ക് അകത്തും പുറത്തുമൊക്കെ നല്ല സ്വാധീനം ചെലുത്താൻ TO മോഹന് കഴിഞ്ഞിട്ടുണ്ട് എന്നും അതുകൊണ്ട് TO മോഹൻ മത്സരിക്കണമെന്നും TO മോഹനായിരിക്കും ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും എന്ന ചർച്ചകൾ അവിടെ ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീ പ്രാതിനിധ്യം പരിഗണിക്കുകയാണെങ്കിൽ അമൃത രാമകൃഷ്ണൻ വേണം എന്ന ആവശ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. KPCC അംഗവും കൂടിയാണ്. എന്നിരുന്നാലും ഷമ മുഹമ്മദിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഹൈക്കമാൻഡിൻ്റെ പിന്തുണയും ഷമ മുഹമ്മദിന് തന്നെയായിരിക്കും. കാരണം അവർ ദേശീയ വക്താവാണ്. പാർലമെന്റിൽ എത്തിയാൽ നല്ല രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. BJPക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് പോകാൻ കഴിയുന്ന നേതാവായി മാറും എന്ന ചർച്ചകൾ പൊതുവെ കോൺഗ്രസിനകത്തുണ്ട്, ഹൈക്കമാൻഡിനകത്തുണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡ്
ഉറപ്പായും ഷമാ മുഹമ്മദിനെ പിന്തുണക്കും. അത് കോൺഗ്രസ് സ്വീകരിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഏതായാലും കണ്ണൂരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന പേര് ഷമാ മുഹമ്മദിന്റെ തന്നെയാണ്. ഇതിൽ പ്രശ്നം അതല്ല, ലീഗ് ആവശ്യപ്പെട്ട സീറ്റാണ്. മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട സീറ്റിൽ അവരുമായി ചർച്ച നടത്തി, ഉഭയകക്ഷി ചർച്ച നടത്തി. ഒരു തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ ആര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകണം എന്ന നിലയിൽ കോൺഗ്രസിനകത്ത് ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ്. ഇതിൽ പരം ഒരു അപമാനം മുസ്ലിം ലീഗ് നേരിടാനില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ UDF-ന്റെ നട്ടെല്ലാണ്. 2 സീറ്റിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ചാലും ഈ 2 സീറ്റിൽ മുസ്ലിം ലീഗ് ജയിക്കും. മറ്റ് സീറ്റുകളിൽ മുസ്ലിം ലീഗിന്റെ വോട്ട് വേണ്ടത് ആർക്കാണ്? കോൺഗ്രസിനാണ്. മുസ്ലിം ലീഗിന്റെ വോട്ടില്ലെങ്കിൽ, മുസ്ലിം സമുദായത്തിന്റെ വോട്ടില്ലെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റിലും കോൺഗ്രസിന് ജയിച്ചു വരാൻ കഴിയില്ല. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മുസ്ലിം സമുദായം ന്യൂനപക്ഷം LDF-നോടൊപ്പം നിൽക്കുന്ന ഘട്ടങ്ങളിലെല്ലാം കേരളത്തിലെ മുഴുവൻ സീറ്റും LDF തൂത്തുവാരിയിട്ടുണ്ട്. 1-2 സീറ്റുകൾ കോൺഗ്രസ് നേടിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേ ന്യൂനപക്ഷ സമുദായം അതേപോലെ കോൺഗ്രസോടൊപ്പം നിന്നു. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു. BJP-ക്കെതിരെ പ്രധാനമന്ത്രിയായി കോൺഗ്രസ് ഉയർത്തിക്കാണിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. BJP പരാജയപ്പെടുകയും കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്താൽ രാഹുൽ ഗാന്ധിയായിരിക്കും പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഒരു പ്രധാനമന്ത്രിയെ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൻ തരംഗമുണ്ടായിരുന്നു കോൺഗ്രസിന് അനുകൂലമായി. മുസ്ലിം സമുദായം അതല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗം ഒന്നടങ്കം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത അനുഭവമുണ്ട്. എന്തിനേറെ പറയുന്നു, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും ജയിച്ചു വരുന്ന അവസ്ഥയുണ്ടായി. രാജ്മോഹൻ ഉണ്ണിത്താൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് വണ്ടി കയറുമ്പോൾ ഒന്ന് മത്സരിച്ച് വരാം എന്ന് പറഞ്ഞ് പോയതാണ്. അങ്ങനെയുള്ള രാജ്മോഹൻ ഉണ്ണിത്താനാണ് അവിടെ ജയിച്ചു വരുന്നത്. അത് അത്ഭുതമാണ്. കാരണം അത്രമാത്രം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കോൺഗ്രസിന് അനുകൂലമായിട്ട് ഉണ്ടായിരുന്നു. അതൊരു തരംഗമായിരുന്നു എന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ ആ തരംഗമില്ല, ഇതുവരെയും ആ തരംഗമില്ല. കാരണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യത ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതി വെച്ച് BJP-ക്ക് തന്നെയാണ്. ദക്ഷിണേന്ത്യ മാത്രമാണ് ഇപ്പോൾ ചെറുത്തു നിൽക്കുന്നത്. ആ ചെറുത്തു നിൽപ്പിനോടൊപ്പം ഇന്ത്യ സഖ്യം കൂടി ഉണ്ടായാൽ മാത്രമേ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി വലിയ വിട്ടുവീഴ്ച കോൺഗ്രസ് ചെയ്യേണ്ടി വരും. പക്ഷേ കോൺഗ്രസ് അതിന് തയ്യാറല്ല എന്നതാണ് ഇതുവരെയുള്ള സൂചനകൾ മനസ്സിലാകുന്നത്. ഇനി വലിയ മാറ്റം കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. 1-ാം നമ്പർ കക്ഷിയായി, പ്രതിപക്ഷത്തിലെ ഏറ്റവും സീറ്റുള്ള കക്ഷിയായി കോൺഗ്രസ് മാറണം എന്നാണ് കോൺഗ്രസിന്റെ ചിന്ത. അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ കോൺഗ്രസ് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി എത്രമാത്രം ശക്തമാകുമെന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണയുള്ള ഒരു തരംഗം ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാലും കേരളത്തിൽ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ സംശയമേയില്ല. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. ഏതായാലും വയനാട്, അതുപോലെ തന്നെ വടകര, അതല്ലെങ്കിൽ കണ്ണൂർ, ഈ 3 സീറ്റ് ചോദിച്ച മുസ്ലിം ലീഗിന് വൻ തിരിച്ചടി ലഭിക്കുകയും കണ്ണൂർ സീറ്റിലാണ് ഏറ്റവും അവസാനം മുസ്ലിം ലീഗ് കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ അത് വേണം, കണ്ണൂർ സീറ്റ് വേണം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ അതും കൂടി നഷ്ടപ്പെട്ടു. അതിനേക്കാളും ഉപരിയായി ഒരു തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് അവിടെ ആരാണ് സ്ഥാനാർത്ഥിയാകണം അല്ലെങ്കിൽ ആരാണ് സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന ചർച്ച തുടങ്ങി വെച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ ലീഗിന്റെ ആവശ്യത്തെ പരിപൂർണമായും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലൈൻ തന്നെയാണ്. ഏതായാലും മുസ്ലിം ലീഗിന് 2 സീറ്റ്, അതിനപ്പുറത്തേക്ക് നോക്കേണ്ടതില്ല. കണ്ണൂർ സീറ്റിൽ ഇതിനകം തന്നെ ആര് മത്സരിക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഉഭയകക്ഷി ചർച്ച കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, വെറുതെ പോയി കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ ഇരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെയാണ്. അങ്ങനെ അവർ ചിന്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു വഴിയില്ല.